ഭൂരിഭാഗവും കള്ളത്തരങ്ങളാണ്, അല്ലെങ്കിൽ അത് അവരുടെ മാർക്കറ്റിംഗ് ഐഡിയാസ് ആണ്. പ്രത്യേകിച്ച് ടീനേജേഴ്സ്, നിങ്ങളെയാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കൂടുതലായിട്ട് മിസ്യൂസ് ചെയ്യുന്നത്. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് റിയാലിറ്റി ചെക്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ എങ്ങനെ നിറം വെച്ചു, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 3 ഷെയ്ഡൊക്കെ കൂട്ടാം എന്ന് പറയുന്ന വീഡിയോസിനൊക്കെ പുറമെ എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് റിയാലിറ്റി എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം എൻ്റെ സ്കിൻ ടോൺ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ഒരു സ്കിൻ ടോണിൽ തന്നെ ഉള്ള ഒരാളാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ബൈ ബോൺ ഞാനിതാ ഈ ഒരു സ്കിൻ ടോൺ ആയിരുന്നു. അവിടെ നിന്നും എൻ്റെ ഒരു ടീനേജ് പ്രായമായപ്പോക്കിന് എൻ്റെ സ്കിൻ ഇത്രയും ഡാമേജ് ആയി, അല്ലെങ്കിൽ ഇത്രയും ഡാർക്കനായി മാറി. അപ്പോൾ ആ ഒരു സ്കിന്നിൽ നിന്നും എൻ്റെ സ്കിൻ ടോൺ റിവേഴ്സിബിൾ ആക്കിയിട്ട് ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു സ്കിൻ ടോണിലാണ് എത്തി നിൽക്കുന്നത്. അപ്പം ഈ ഒരു ജേണിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ ഞാൻ റിയലൈസ് ചെയ്ത ആ ഒരു മൊമെൻറ്റിൽ എങ്ങനെ ഞാൻ നിറം വെച്ചു അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന വീഡിയോസ് എത്രത്തോളം വലിയൊരു ജോക്കാണ്, അല്ലെങ്കിൽ അതിലൊക്കെ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഈ ഒരു ജേണിയിൽ എൻ്റെ സ്കിൻ നിറം വെപ്പിക്കുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ഗോൾ. അതായത് ബൈ ബോൺ ഞാൻ ഏത് കളറായിരുന്നോ അതെനിക്ക് വീണ്ടെടുക്കണം എന്നത് മാത്രമായിരുന്നു എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബൈ ബോൺ ഞാൻ ഒരു മീഡിയം സ്കിൻ ടോൺ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത്, അതൊരു 6 വയസ്സ് മുതൽ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡാർക്കൺ ആവാൻ വേണ്ടി തുടങ്ങി. അതായത് ഓരോ വർഷം കഴിയുന്തോറും കളർ ഭയങ്കര ഡാർക്കണായിട്ട് തന്നെ വന്നു. അതിൻ്റെ മെയിൻ കാരണം നമ്മളിപ്പോൾ ഈ വെയിലത്ത് കളിക്കുന്നതോ അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ്റെ കാര്യമൊന്നും അന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നെ എൻ്റെ സ്കിന്ന് കുറച്ചുകൂടെ സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു. എനിക്ക് വെയിലത്തോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിന്ന് പെട്ടെന്ന് തന്നെ കരുവാളിക്കും. അപ്പം അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കും ഓരോ വർഷം കഴിയുന്തോറും എൻ്റെ സ്കിന്ന് ഭയങ്കര ഡാർക്കൺ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടോൺ അത്രയും ഡാർക്കാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. ഒരുപാട് പേര് കളിയാക്കിയ സമയത്തൊക്കെ, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ പേരിൽ, സ്കിൻ കളറിൻ്റെ പേരിൽ ഒരുപാട് പേര് കളിയാക്കിയ സമയത്തും ഞാൻ വിചാരിച്ചത് എൻ്റെ കളർ ഇതാണ്, ഇതിനി ഒരിക്കലും മാറില്ല, ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി. അവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു +2 ലൈഫ് ആ ഒരു സമയത്ത് ആണ് ഞാൻ ഈ സ്കിൻ കെയറിനെ കുറിച്ച് അറിയുന്നത്. പൊതുവെ നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസ് കാണുമ്പോൾ അതിൽ നിന്നാണ് സ്കിൻ കെയർ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്, ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിൻ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് മാറും എന്ന് വിചാരിച്ച് ഞാൻ ഏതൊക്കെയോ ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഏതാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് ക്രീംസ് മേടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ അതൊരിക്കലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വേല അല്ലായിരുന്നു. ഏതെങ്കിലും ക്രീം തോന്നുന്ന നേരത്ത് തേക്കുക, അല്ലെങ്കിൽ ഇതിപ്പോൾ എൻ്റെ സ്കിന്ന് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ ഏതൊക്കെയോ ക്രീംസ് ഒക്കെ തേച്ചു. എന്നിട്ട് എൻ്റെ സ്കിന്നിന് ഒരു മാറ്റവും ഉണ്ടായില്ല. പക്ഷെ അവിടെ നിന്നൊക്കെ അതായിരുന്നു ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ ഞാനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് എൻ്റെ സ്കിന്നിന് എന്താണോ പ്രശ്നം, എനിക്കിപ്പോൾ ടാന്, പിഗ്മെൻറ്റേഷൻ, പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് മാറ്റാൻ വേണ്ടിയിട്ട് അതിന് സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്ട്സ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ സ്കിന്നി ഡാർക്കൺ ആവുന്നത് സ്റ്റോപ്പായി എന്ന് മാത്രമല്ല, ബൈബോൺ ഞാൻ ഏത് കളറായിരുന്നോ ആ കളറിലോട്ട് തന്നെ തിരിച്ചെത്തി. കൂടാതെ ഒരു ഷെയ്ഡ് പ്ലസ് ഗ്ലോ വന്നു തന്നെ എന്ന് പറയാം. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ് എൻ്റെ സ്കിന്ന് റിവേഴ്സിബിൾ ആക്കി മാറ്റിയത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ സ്കിൻ ഞാൻ ഒരിക്കലും ഫെയർ ആക്കിയിട്ടില്ല. എൻ്റെ സ്കിൻ ടോൺ പണ്ട് എങ്ങനെ ആയിരുന്നോ അതിലോട്ട് ഞാൻ എത്തിക്കുകയാണ് ചെയ്തത്. അതായത് കൂടുതൽ ഡാമേജ് ആയിട്ടുള്ള, കൂടുതലും സൺ ഡാമേജ്ഡ് ആയിട്ടുള്ള എൻ്റെ ഒരു സ്കിന്ന് ഞാൻ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ എൻ്റെ സ്കിൻ ഒരിക്കലും ഫെയർ ആയിട്ടില്ല. ഒരാഴ്ച കൊണ്ട് എങ്ങനെ 3 ഷെയ്ഡ് വെളുക്കാം എന്നൊക്കെ പറയുന്ന വീഡിയോസിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതൊക്കെ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗവും കള്ളത്തരങ്ങളാണ്, അല്ലെങ്കിൽ അത് അവരുടെ മാർക്കറ്റിംഗ് ഐഡിയാസ് ആണ്. പ്രത്യേകിച്ച് ടീനേജേഴ്സ്, നിങ്ങളെയാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കൂടുതലായിട്ട് മിസ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബോഡിക്ക് നാച്ചുറലി അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് ഒരു സ്കിൻ ടോൺ ഉണ്ട്. അതിപ്പോൾ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ വെയിലത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഓവറായിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെലാനിനാണ് നമ്മുടെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു സ്കിൻ ടോണിനെ കൂടുതലായിട്ട് നമുക്ക് ഡാർക്കായിട്ട് തോന്നിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ബൈ ബോൺ ഉള്ള ഈ ഒരു കളറ് ഭയങ്കര ഡാർക്കൺ ആവാനുള്ള മെയിൻ റീസൺ ഇതാണ്. അപ്പം നമ്മൾ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതൊരു മാജിക് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ എനിക്ക് ഗ്ലോ വരാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓവറായിട്ട് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുക. അതായത്
കറക്റ്റ്ലി സൺസ്ക്രീൻ യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡാർക്കൺ ആവുന്നത് സ്റ്റോപ്പ് ആവും. സ്കിൻ കെയർ ആണ് ഇതിൽ മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് എൻ്റെ സ്കിൻ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിൻ സെൽസിനെയൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ്. വെറും സ്കിൻ കെയർ അല്ല, കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ, നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഈ ഒരു ഇതിനെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളല്ലാതെ ആവാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോൺ എന്താണോ അതിനെ ഹെൽത്തി ആയിട്ട് വെക്കാനും അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ എന്നെ പോലെ നിങ്ങളുടെ നാച്ചുറൽ സ്കിൻ ടോൺ വീണ്ടെടുക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് സൺസ്ക്രീൻ. അത് ഭയങ്കര മസ്റ്റായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. കാരണം ഈ വെയിലത്ത് നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ നടക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഓവറായിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോൺ അത് ഭയങ്കര ഡാർക്കണാക്കി മാറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ എന്തായാലും അടുത്തതായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ, പ്രത്യേകിച്ച് SPF 50+ ഒക്കെയുള്ള സൺസ്ക്രീൻ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സ്കിൻ ടോൺ അത്രയും ഡാർക്കൺ ആവാതിരിക്കുകയുള്ളൂ. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് എക്സ്ഫോളിയേറ്റർ ആണ്. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ സ്കിന്നൊന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത് ക്ലെൻസർ ആണ്. നിങ്ങൾ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ കിടക്കാതിരിക്കുക. അതായത് നമ്മുടെ പോഴ്സിലൊക്കെ നന്നായിട്ട് തന്നെ പൊല്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് എപ്പോഴും വാഷ് ചെയ്യുക. പിന്നെയുള്ള ഒരു കാര്യമാണ് സിറം. ഈ സിറം നമുക്ക് പെട്ടെന്ന് വർക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ ഒരു നയാസൈൻമേഡിൻ്റെ ഒക്കെ നമ്മൾ സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരും. ഇപ്പോൾ നല്ല ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നയാസൈൻമേഡൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസ് ആണ് നിങ്ങളുടെ മെയിൻ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഓയിലി സ്കിന്നിന് വൈറ്റമിൻ C യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ അതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നോർമൽ സ്കിന്നിന് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ വൈറ്റമിൻ സിയും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഡൾനെസ് ഉണ്ട് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ ഈ യൂട്യൂബിൽ കാണുന്നതെല്ലാം വിശ്വസിക്കാൻ വേണ്ടി നിൽക്കാതിരിക്കുക. കാരണം ഇപ്പോൾ ചില വീഡിയോസിലുണ്ടാവും ഡാർക്കായ ഒരാൾക്ക് ഫെയർ ആയിട്ട് മാറാം എന്നുള്ള കാര്യം. പക്ഷെ അത് മിക്കവാറും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അത് നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോൺ ഏതാണോ അതിലേ നമുക്ക് എപ്പോഴും നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു 1 ഷെയ്ഡ് ലൈറ്റർ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഒരു കറക്റ്റായിട്ടുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഗ്ലോ വരാനൊക്കെ വേണ്ടി പറ്റും. അല്ലാതെ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരാൾക്ക് ഫെയർ ആയിട്ട് മാറാൻ പറ്റും എന്നുള്ളത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡാർക്ക് സ്കിന്നിനെ അത്രയും നമ്മൾ ഹേറ്റ് ചെയ്യാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, എല്ലാവരും അവരുടേതായ രീതിക്ക് ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു കാര്യം നമ്മളെ തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നുള്ള കാര്യം എല്ലാവരും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പിന്നെ പറയാനുള്ളത് ടീനേജേഴ്സിനോടാണ്. നിങ്ങളാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും, അതായത് ഇപ്പം എന്നെ കാണാൻ കൊള്ളില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ ഉള്ളത് കൂടുതൽ ടീനേജേഴ്സിനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു കോലം കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മാറും. നിങ്ങളുടെ സ്കിൻ ടോണ്, നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അതിന് കറക്റ്റായിട്ടുള്ള കെയർ മാത്രം കൊടുത്താൽ മതി. അല്ലാതെ യൂട്യൂബിൽ കാണുന്ന വൈറ്റമിൻ ക്രീംസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. അതായിരിക്കും നിങ്ങളുടെ ഹെൽത്തിനും നിങ്ങളുടെ സ്കിന്നിനും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ ടോൺ ഇപ്പോൾ ഫെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മീഡിയം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡാർക്ക് ആയിക്കോട്ടെ, ഏത് സ്കിൻ ടോൺ ആണെങ്കിൽ പോലും നിങ്ങൾ അതിനെ ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അല്ലാതെ ഡാർക്കനായിട്ടുള്ള സ്കിന്ന് ഫെയർ ആക്കി എടുക്കുക അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ള സ്കിന്ന് ഫെയർ ആയിട്ട് എടുക്കുക. എന്തിനാണ് എപ്പോഴും ഈ ഫെയർ 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 എന്നുള്ള കാര്യം മാത്രം നോക്കി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോൺ ഏതാണോ അതിനെപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക.
പിന്നെ എൻ്റെ വീഡിയോസിൽ തന്നെ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിനൊക്കെ നല്ല പൈസയാവും. അപ്പോൾ ആ ഒരു കാര്യത്തിനൊന്നും ഞാൻ നിന്നിട്ടില്ല. മെയിനായിട്ട് ഞാൻ സ്കിൻ കെയർ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഹോം റെമഡീസ് അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് പുറമെ എക്സ്ട്രാ ആയിട്ട് ഒരു രീതിയിലുള്ള ഗ്ലൂട്ടാത്തിയോൺ IV എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ സ്കിന്ന് ഓയിലി ആണ്. അപ്പോൾ എനിക്ക് സ്യൂട്ടായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ വർക്കായിട്ടുള്ള കുറച്ച് സൺസ്ക്രീനിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്തായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാൻ കൂടുതൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. See you.